അഭിലാഷ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്വർണ്ണ കപ്പാണ്. 117 പവൻ്റെ സ്വർണ്ണ കപ്പ്. കാരണം ഇവിടെ എത്തുന്ന ആരോട് നമ്മൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ എന്തുമായി തിരിച്ചു പോകുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് സ്വർണ്ണ കപ്പുമായി തിരിച്ചു പോകുമെന്നാണ്. കാരണം ഇന്ന് ഔദ്യോഗികമായി ആദ്യ ബാച്ചിനെ വരവേറ്റപ്പോൾ എത്തിയത് കണ്ണൂരും കോഴിക്കോടും നിന്നുള്ളവരാണ്. അവരും പറയുന്നത് അവരുടെ ഇനത്തിൽ ശോഭിക്കുന്നതിനപ്പുറം അവരെല്ലാവരും സ്വപ്നം കാണുന്നത് നാട്ടിലേക്ക് സ്വർണ്ണ കപ്പ് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് സ്വർണ്ണ കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതിൻ്റെ ചിഹ്നം തന്നെ വളരെ രസമാണ്. ഒരു കൈക്കുമ്പിളിൽ ഇരിക്കുന്ന കൈക്കുമ്പിളിൽ ഈ പറയുന്ന പുരസ്കാരം എന്ത് തരത്തിലുള്ള രൂപകൽപ്പനയാണ്. അത്തരത്തിൽ കുറേയധികം കൈകൾ, ആ കൈകൾ ആവേശകരമായ മനസ്സോടുകൂടി തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുകയാണ്. അവർ ഈ സ്വർണ്ണക്കപ്പുമായി പോകുകയുള്ളൂ എന്നുള്ളത്. കഴിഞ്ഞ തവണയും നമ്മൾ ഈ മത്സരം കണ്ടതാണ്. കണ്ണൂരും കോഴിക്കോടും വലിയ മത്സരമായിരുന്നു. ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാണ് കണ്ണൂർ ഈ കപ്പ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വാശിയോടെ കോഴിക്കോടും ഇത് നിലനിർത്താൻ കണ്ണൂരുമുണ്ട്. ഒപ്പം ഈ തെക്കൻ നാട്ടിലേക്ക് ഈ കപ്പ് എത്തുന്ന ഒരു സമയം അതൊക്കെ 90-ന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ തെക്കുള്ളവർക്ക് അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. അങ്ങനെ സ്വർണ്ണക്കപ്പിനെ ചുറ്റിപ്പറ്റി കുറേയധികം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിരാശയും ഒക്കെയുണ്ട്. അതെല്ലാം ഈ 4 ദിവസം കൊണ്ട് അവർ പരിഹരിക്കേണ്ടതാണ്. സ്വപ്നം കണ്ടവർക്ക് സ്വപ്നം സാക്ഷാത്കരിക്കാനും നിരാശയുള്ളവർക്ക് അത് പ്രതീക്ഷയാക്കി മാറ്റാനും ഒക്കെയുള്ള സമയമാണ്. എന്തായാലും ഇപ്പോൾ ഈ പ്രയാണം തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച പ്രയാണമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എത്തിയിട്ടുണ്ട്, അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ DPI ജംഗ്ഷനിലാണ്. ഇനി തൊട്ട് അല്പസമയത്തിനകം പട്ടത്തെത്തിയ ശേഷം പിന്നീട് കാൽനടയായി ഇത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും. അഭിലാഷ്.